JNU മുൻ വിദ്യാർത്ഥി ഒമർ ഖാലിദ് ആ ഒരു ഇഷ്യൂ അമേരിക്കൻ പൊളിറ്റീഷ്യൻസും അതേപോലെ ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മമദാനിയും അത് ഇന്റർനാഷണലൈസ് ചെയ്യുകയാണ്. ഇപ്പം ഇന്ത്യയുടെ സുപ്രീം കോടതി കേസ് കിടക്കുന്നതിന് മുമ്പ്, വിധി വരുന്നതിന് മുമ്പ് അമേരിക്കൻ കോൺഗ്രസിലുള്ള 8ഓളം പേര് ഒരു കത്തെഴുതുന്നു. അത് ഇന്ത്യക്ക് ഡയറക്റ്റ് അല്ല കൊടുത്തത്, അമേരിക്കയുടെ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവിനാണ് ഈ കത്ത് കൈമാറുന്നത്. എന്നിട്ട് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് സൊഹ്റാൻ മമദാനി പറയുന്ന അയാൾ കുറ്റം ചെയ്തിട്ടില്ല, അയാൾക്കെതിരെയുള്ള കേസുകൾ മുഴുവനും ബേസ്ലെസ് ആണ്. മനസ്സിലാക്കുക, നേരത്തെ ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ ലോകത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ ഒമർ ഖാലിദിന്റെ ഇഷ്യൂ 5 വർഷം തിഹാർ ജയിലിൽ കിടക്കുന്നതും സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ടും ഇതിനൊത്തിരി പ്രാധാന്യമുണ്ട്. അതായത് ഇന്ത്യക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു വാണിംഗ് തന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു. അതാണ് അമേരിക്കൻ ഡെമോക്രാറ്റ്സിലെ 8ഓളം സെനറ്റ് മെമ്പർ എഴുതിയ കത്തും ഡെമോക്രാറ്റ്സിന്റെ പാർട്ടി മെമ്പറും പാർട്ടിയുടെ ലീഡറും ഇന്ത്യൻ വംശജനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂയോർക്കിന്റെ യങ്സ്റ്റർ ആയിട്ടുള്ള പുതിയ നേതാവും. ഇത് പറയുമ്പോൾ ഇത് സിമ്പിളായിട്ട് തള്ളിക്കളയരുത്. ചിലപ്പോൾ ഉമർ ഖാലിദിന്റെ ട്രയൽസ് കഴിഞ്ഞ് അയാൾ ജയിലിനകത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അയാൾക്ക് നോബൽ പ്രൈസ് കൊടുത്തു. കാരണം CAA NRCI ഇഷ്യൂ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അയാൾക്കെതിരെ ഉന്നയിച്ച കേസുകളൊന്നും ഇന്ത്യ പറയുന്ന ചാർജസ് ഒന്നും അമേരിക്ക പരിഗണിച്ചിട്ടില്ല, എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് അമേരിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇഷ്യൂ. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് ഗ്ലോബലായിട്ട് അങ്ങ് മാറും.